ഹലോ വെൽക്കം ബാക്ക് ടു എം യു മലബാർ. ഇന്ന് ഞാൻ ഒരു ഈവനിങ് സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവകൾ യൂസ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ബൗളിലേക്ക് ഞാനിതാ 1 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്താലും മതി. ഇനിയിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ എടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗമാണ് നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും നിങ്ങൾ എടുത്തതിൻ്റെ വെള്ളം കൂടി പോയെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുത്താൽ മതി. ഇന്ന മെഷർമെൻ്റ് ഒന്നുമില്ല, ഇത്ര കപ്പിലേക്ക് ഇത്ര വെള്ളം എന്ന് അളവൊന്നുമില്ല. പിന്നെ ഈ മാവ് സോഫ്റ്റ് ആവാനായിട്ട് 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്നും നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇത് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന സ്നാക്കാണ്. കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ ഓംലെറ്റൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ മുട്ട ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും യൂസ് ചെയ്യാം. പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതിലേക്കൊരു കാര്യം ചേർക്കാൻ മറന്നുപോയി. ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചാറ്റ് മസാല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടും കടയിൽ നിന്ന്. അതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അതൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ കുരുമുളക് പൊടി മാത്രം ചേർത്താലും മതി, നമ്മൾ ഓംലെറ്റൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് എടുക്കുക. അതിൽ നിന്ന് ഒരു മീഡിയം സൈസിലുള്ള ഒരു ബോളാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ എല്ലാ സൈഡും ഒരേപോലെ ആകാൻ ശ്രദ്ധിക്കണം. നടുഭാഗം കട്ടി കുറഞ്ഞു പോകരുത്. ഒരു മീഡിയം സൈസിലുള്ള കട്ടി വേണം. അപ്പോൾ ഇതാ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ വിരൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഒട്ടി വരണം സൈഡൊക്കെ, അല്ലെങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോരും. അപ്പം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിരിക്കണം. പിന്നെ നമുക്കിത് ഈസി ആയിട്ട് തന്നെ നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് ഇത് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പൊട്ടിപ്പോരുമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അത് പൊട്ടി വരുമോയെന്നൊക്കെ. അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊരു ചട്ടുകം യൂസ് ചെയ്തിട്ട് ഇതങ്ങ് ലിഫ്റ്റ് ചെയ്തെടുക്കുന്നത്, എന്നിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം. കൈകൊണ്ട് എടുത്തിട്ട് ഞാൻ ഓയിലിലേക്ക് ഇടുന്നതുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവും ഇത് പൊക്കിയെടുത്താലും എഗ്ഗ് മിക്സ്ചർ താഴേക്ക് പോവില്ല എന്നൊക്കെ. ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറം വശം ആകെ കരിഞ്ഞു പോകും. അപ്പോൾ എഗ്ഗ് കുക്കായിട്ട് വരില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ആ കാര്യം മറക്കരുത്. ഇതാ ഞാൻ കൈ കൊണ്ട് ലിഫ്റ്റ് ചെയ്തിട്ട് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഇത് പൊട്ടി വരുമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് കൈകൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ മക്കൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. സോസ് കൂട്ടി കഴിക്കാനാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്